നിങ്ങൾ സ്വഹാബത്തിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് നേരെ വരും. കാരണം ഈ പുസ്തകത്തിൽ MT അബ്ദുറഹ്മാൻ മൗലവി എഴുതി വെച്ചതെന്താണ്? പ്രസ്തുത ചരിത്രങ്ങൾ മുമ്പിൽ വെച്ച് ചിന്തിക്കുന്ന ആർക്കും സ്വഹാബികൾ അറബി അറിയാത്തവരോട് അറബിയിൽ ഖുതുബ ഉപദേശം ചെയ്തിരുന്നു എന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല. ഖുതുബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. ഇനി അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന പക്ഷം വസ്തുനിഷ്ഠമായ ഒരു റിപ്പോർട്ട് തെളിയിക്കേണ്ടതാണ്. ഇനി തെളിഞ്ഞാൽ തന്നെ അറബി ഭാഷയിലാണ് അനറബി നാടുകളിൽ സ്വഹാബത്ത് ഖുതുബ ഓതിയത് എന്ന് തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ അതും തെളിവാവുകയില്ല. ഖുതുബയുടെ ഭാഷയല്ല നമ്മുടെ ചർച്ചാ വിഷയം എന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഖുതുബ അറബിയിലല്ലേ സ്വഹാബത്ത് ഓതിയിട്ടുള്ളൂ, അനറബി നാടുകളിലും അറബിയിലല്ലേ ഓതിയിട്ടുള്ളൂ. നിങ്ങളുടെ KM മൗലവി അദ്ദേഹം എന്താണ് എഴുതി വെച്ചത്? അദ്ദേഹം എഴുതി വെച്ചത് അറബി ഭാഷയിലെ ഖുതുബ നടന്നിട്ടുള്ളൂ എന്നല്ലേ. നിങ്ങളുടെ ഈ അൽ ഇർഷാദ് മാസികയിൽ പുസ്തകം 2 ലക്കം 3 മുഹറം മാസം ഹിജ്റ 1345 നിങ്ങൾ പ്രസിദ്ധീകരിച്ച അൽ ഇർഷാദാണ് എന്റെ കയ്യിലുള്ളത്. അതിന്റെ ഒറിജിനൽ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. ഈ അൽ ഇർഷാദിൽ എന്താണ് KM മൗലവി എഴുതി വെച്ചത്? വലാകിൻ ഹൗനാ ശൈഉൻ ആഖർ യംബഗിൽ ഇൽതിഫാതു ഇലൈഹി വഹുവ അന്നാലം നജിദ് ഫീ കിതാബിൻ മിനൽ കുതുബ്. ഇവിടെ ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട്, അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹം പറയാണ്. അന്നാലം നജിദ് ഫീ കിതാബിൻ മിനൽ കുതുബി, ഒരു ഗ്രന്ഥത്തിലും നമ്മൾ കണ്ടിട്ടില്ല അന്ന സലഫ സ്വാലിഹ മിന സ്വഹാബത്തി വത്താബിഈന വതാബിഈഹിം റളിയല്ലാഹു അൻഹും, സ്വഹാബത്തോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ കാനൂ ഫീ ബിലാദിൽ അജമി ഹീനമാ യഖ്തുബൂനൽ ഖുതബൽ മശ്റൂഅത യദ്കുറൂന തവാബിഅ ബിലുഗത്തി അഹ്ലിൽ ബിലാദി വയുതർജിമൂനൽ അർകാന ബിഹാ അഖിബ ദിക്രിഹാ ബിൽ അറബിയ്യതി. ഒരു സലഫു സ്വാലിഹീങ്ങളിൽ നിന്നും ഒരു താബിഈങ്ങളിൽ നിന്നും ഒരു മുൻഗാമികളിൽ നിന്നും നമ്മൾ കേട്ടതോ പരിചയപ്പെട്ടതോ ആയ ആശയമല്ല. അനറബി നാടുകളിൽ പോയി അവർ ഖുതുബ ഓതുമ്പോൾ പരിശുദ്ധമായ ഖുതുബയുടെ റുക്നുകൾ മാത്രം അറബിയിലോതി റുക്നുകളല്ലാത്തത് പരിഭാഷപ്പെടുത്തുന്ന ഒരു രീതി നമുക്ക് പരിചയമേ ഇല്ല എന്ന് തുറന്ന് സമ്മതിച്ചത് KM മൗലവിയാണ്, അൽ ഇർഷാദിലാണ്. ബൽ നഅലമു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാലിഹീന മിന സലഫി റളിയല്ലാഹു അൻഹു. പിന്നെന്താ നമുക്ക് അറിയുന്നത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സലഫു സ്വാലിഹീങ്ങളും കാനൂ യഖ്തുബൂനൽ ഖുതബൽ മശ്റൂഅത അർകാനഹാ വതവാബിഅഹാ കുല്ലഹാ. പരിശുദ്ധമായ ദീനിലുള്ള ഖുതുബ അതിന്റെ റുക്നുകളും അതിന്റെ അനുബന്ധങ്ങളും അതിന്റെ അർക്കാനുകളും മുഴുവനും കുല്ലഹാ ബിൽ അറബിയ, എല്ലാം അറബിയിലായിരുന്നു ഓതിയിരുന്നത് എന്നാണ് നമുക്കറിവുള്ളത് എന്ന് എഴുതി വെച്ചു. ആര്? നിങ്ങളുടെ KM മൗലവി. ഖുതുബയുടെ ഭാഷയല്ല ഇവിടെ ചർച്ച. പക്ഷെ ഞാനിത് എടുത്തത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിലേക്ക് പോകുന്നത്. സ്വഹാബത്ത് ഓതിയത് അനറബി നാടുകളിലും ഖുതുബ ഓതിയത് അറബി ഭാഷയിലാണെന്ന് നിങ്ങളുടെ നേതാവ് എഴുതി വെച്ചിടത്താണ് നിങ്ങളുടെ തന്നെ നേതാവായ MT അബ്ദുറഹ്മാൻ മൗലവി ജുമാ ഖുതുബ മദ്ഹബുകളിൽ എന്നുള്ള പുസ്തകത്തിൽ എഴുതി വെക്കുന്നത് അനറബി നാടുകളിൽ സ്വഹാബത്ത് അറബി ഭാഷയിൽ ഖുതുബ ഓതി എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. KM മൗലവിക്ക് സ്ഥിരപ്പെട്ടത് ഇയാൾക്ക് സ്ഥിരപ്പെടാതെ പോയി. നിങ്ങളെ മൗലവിമാർ 10 ആൾ കൂടിയാൽ 10 ആൾക്കും 10 ആശയങ്ങളാണ്. കാരണം 10 ആളും മുജ്തഹിദീങ്ങളായി പോയി. പാളെടുത്തവൻ മുഴുവൻ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞതുപോലെ കണ്ട മൗലവിമാരെ മുഴുവനും മുജ്തഹിദുകളാക്കി മാറ്റിയ മുജാഹിദ് പ്രസ്ഥാനം നേരിട്ട ഏറ്റവും വലിയ മതപരമായ അപജയമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്നിട്ട് എന്താ എഴുതി വെച്ചത്? സ്വഹാബത്ത് അറബിയിൽ ഖുതുബ ഓതിയതായി തെളിഞ്ഞില്ല എന്ന് മാത്രമല്ല, തെളിഞ്ഞു എന്ന് വന്നാൽ തന്നെ, അങ്ങനെ ഓതി എന്ന് വന്നാൽ തന്നെ കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് മതത്തിൽ പ്രമാണമല്ലാത്തതുപോലെ സ്വഹാബത്തിന്റെ പ്രവർത്തനം മതത്തിൽ പ്രമാണമല്ല എന്ന് എഴുതി വെച്ചു. കണ്ണുള്ളവരെ, കാതുള്ളവരെ, ചിന്തിക്കുന്നവരെ, മുഅ്മിനീങ്ങളായി ജീവിച്ച് മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പച്ചയായ ദുർവ്യാഖ്യാനങ്ങളിൽ പെട്ടുകൊണ്ട് മതത്തിന്റെ ആശയങ്ങൾ ഇവർ പറയുന്നതാണെന്ന് ചിന്തിച്ച് മൗലവിമാർക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കിക്കൊണ്ട് അവർ പറയുന്ന ആശയങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന മുജാഹിദ് പ്രവർത്തകരെ സ്നേഹബുദ്ധ്യ പറയുന്നു. ഏത് ആശയത്തിലേക്കാണ് നിങ്ങളെ മൗലവിമാർ ക്ഷണിക്കുന്നത്? സ്വഹാബത്ത് തെളിവല്ല എന്നുള്ള ആശയത്തിലേക്കാണോ? നിങ്ങളെ മൗലവി തന്നെ പറയുന്നു തെളിയിക്കണമെന്ന്. സ്വഹാബത്ത് ചെയ്തത് എന്തിന് ഞങ്ങൾ തെളിയിക്കണം? നിങ്ങൾ എഴുതി വെച്ചത് എന്താ? സ്വഹാബത്ത് കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാരെ പോലെയാണ് എന്ന് എഴുതി വെച്ചവരാണ് നിങ്ങളുടെ നേതാക്കന്മാർ. ഈ ഒരു ആശയം പേറിയിട്ടാണോ സ്വർഗത്തിൽ പോകേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞങ്ങൾക്ക് പറയാനുള്ളത് സ്വഹാബത്ത് ചെയ്തു എന്നാണ്. അത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മുവത്തയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങളിലുണ്ട്. അത് ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്ന് ശറഹുൽ മുഹദ്ദബ് അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്ന് 20 ആണെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്വഹാബത്തിനെ പ്രമാണമാക്കാൻ നിങ്ങൾ തുനിയുമ്പോൾ നിങ്ങൾക്ക് അതിന് അർഹതയുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം.